ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മളിന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കഥ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എന്നാലും ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്താൽ ആ ഫെസ്റ്റിവലിന് ഹീറോയിൻ ആദ്യം തന്നെ എത്തിക്കഴിഞ്ഞു. പിന്നാലെ മുറോ വരുന്നുണ്ട്. നോക്കിയാലും നമ്മുടെ യുരി അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ് ഇല്ലേ, അതിട്ടിട്ട് ക്യൂട്ടായിട്ട് നടന്നു വരുന്നുണ്ട്. എന്താ യുരി, നീ മിണ്ടാതെയും പറയാതെയും ഇങ്ങനെ ഇട്ടിട്ട് വന്നേ എന്ന് ചോദിച്ചാല് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ അത് ഇടില്ലല്ലോ, പിന്നെ ഹീറോയെ വളയ്ക്കാനും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് അവള് പറയും. പിന്നാലെ നമ്മുടെ ഹീറോയും നാറ്റോയും വരുന്നുണ്ട്. ഹീറോ ഇവളെ കണ്ടതും യുരിയാണോ ഇത്, ആളാകെ മാറിപ്പോയല്ലോ, നന്നായിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയാണോ, ഞാൻ എന്റെ ഹെയർ വരെ കേള് ചെയ്തിട്ടുണ്ട് അറിയാമോന്ന്. അങ്ങനെയാണോ എന്ന് ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് ഒരുമാതിരി ജലസ് ആയിട്ട് നമ്മുടെ ഹീറോയും നോക്കുന്നുണ്ട്. അങ്ങനെ അവര് കഴിക്കാനുള്ളതൊക്കെ വാങ്ങി കഴിച്ച് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. യുരിയും ഹീറോയും സംസാരിച്ചിട്ട് ചിരിച്ച് മുന്നിലായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇത് കണ്ട് അവളുമായിട്ട് എന്താ അവൻ ഇത്ര സംസാരിക്കാനുള്ളതെന്ന് ഹീറോയിന് ക്യൂരിയസ് ആകാൻ തുടങ്ങി. കറക്റ്റ് ആയിട്ട് യുരി കാല് തട്ടി വീഴാൻ പോയതും പെട്ടെന്ന് ഹീറോ അവളുടെ കയ്യിൽ പിടിച്ച് രക്ഷിക്കുന്നുണ്ട്. നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചാല് യുരിയും ആ ഓക്കെ ആണെന്ന് പറയും. ഇനി വീഴാതിരിക്കാൻ ഞാൻ നിന്നെ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് യുരി ഹീറോയെയും കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. മുറോയും നാറ്റോയും മറ്റൊരു ഭാഗത്തേക്കും പോയി. പാവം നമ്മുടെ ഹീറോയിൻ മാത്രം ഒറ്റയ്ക്കായി. ഹീറോ യുരിയുടെ കൂടെ പോയല്ലോ എന്ന ശോകത്തില് അവള് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ഒരു പയ്യൻ ഓടി വന്ന് കയ്യിലിരുന്ന കോഫി അവളുടെ മേലേക്ക് കൊട്ടിയിടുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, സാരമില്ലെന്ന് പറഞ്ഞ ആ കുട്ടിയെ പറഞ്ഞു വിട്ടിട്ട് നോക്കിയാല് ഡ്രസ് ഇങ്ങനെ കുളമായല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് അവള് നോക്കുവാണ്. യുരിയും ഹീറോയും ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ സംസാരിച്ചിട്ട് നടന്നു പോകുന്നത് കണ്ട് ഹീറോയിൻ അത് കാണെ സങ്കടാകുന്നുണ്ട്. അപ്പൊ പുതിയ ക്യാരക്ടർ വന്നില്ലേ, കിക്കോ എന്ന് പറഞ്ഞൊരു പയ്യൻ. അവൻ ഫോണിലൂടെ സംസാരിച്ചിട്ട് ആ വഴി നടന്നു വരുന്നുണ്ടായിരിക്കും. ഇവളെ കണ്ടത് അവൻ ഓടി വന്ന് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് ഒരു ടിഷ്യൂ എടുത്ത് അവളുടെ ഡ്രസ്സിലെ കറിയൊക്കെ വൈപ്പ് ചെയ്ത് കളയാനായിട്ട് നോക്കുന്നുണ്ട്. ഇതെന്താ പോകാത്തെ, അടുത്ത് എവിടെയെങ്കിലും വെള്ളം ഉണ്ടാകുക എന്നാ തോന്നുന്നത്, നമുക്ക് പോയി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകുവാണ്. ഇവിടെ ഹീറോയ്ക്ക് ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിന്റെ ഓർമ്മ വന്നത്. അല്ല, എവിടെ ഫുട്ടാബ് എന്ന് പറഞ്ഞ് തിരിഞ്ഞതും ഹീറോയിൻ ഇവനെ ക്രോസ് ചെയ്ത് കിക്കോയുടെ കൂടെ നടന്നു പോകുന്നുണ്ടാകും. ഇത് കണ്ട അടുത്ത സെക്കൻഡില് ഹീറോ യുരിയുടെ കയ്യിലേക്ക് എല്ലാം കൊടുത്തിട്ട് ഹീറോയിനെ നോക്കി ഓടി പോകുവാണ്. പാവം ഇത് കണ്ട് യുരിയുടെ മുഖം വല്ലാതെ ആകുന്നുണ്ട്. ഹീറോ ഓടിച്ചെന്ന് ഹീറോയിനെ പിടിച്ചു മാറ്റി, ഹേ ഇത് എന്റെ ഗേൾഫ്രണ്ടാ, നിനക്കെന്താ വേണ്ടേ, നീ എന്താ പെൺകുട്ടികളെ വളക്കാനായിട്ട് കറങ്ങി നടക്കുവാണോ, അതിവിടെ വേണ്ട, വേറെ ആരെങ്കിലും നോക്കിയാൽ മതിയെന്ന് ഹീറോയ്ക്ക് ടെൻഷൻ ആകുന്നുണ്ട്. ഇവള് നിന്റെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ നീ എന്തുകൊണ്ടോ അവളെ തനിച്ചാക്കി പോയതെന്ന് ആ പയ്യൻ ചോദിക്കും. ആവശ്യമില്ലാത്ത കാര്യത്തില് നീ ഇടപെടണ്ടെന്ന് ഹീറോ വഴക്കിന് പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് ഹീറോയിന് ഇടയിൽ കയറി, അവൻ എന്നെ ഫോഴ്സ് ചെയ്തൊന്നും കൂട്ടിക്കൊണ്ടു പോയതല്ല, നോക്ക് എന്റെ ഡ്രസ്സിൽ അഴുക്കായി, ഞാൻ വാഷ് ചെയ്യാനായിട്ട് വേണ്ടി അവന്റെ കൂടെ പോയത്, അത്രയേ ഉള്ളൂ, നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി അത് വാഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അവന്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയ്ക്ക് ആകെ ടെൻഷൻ ആകുവാണ്. പിന്നാലെ മുറോയും നാറ്റോയൊക്കെ വരുന്നുണ്ട്. മുറോ ആ പയ്യനെ കണ്ട് ഫുട്ടാപ്പയുടെ കൂടെ പോകുന്ന ആ പയ്യൻ ലൈബ്രറിയിൽ കണ്ട ആ പയ്യനല്ലേ എന്ന് ചോദിക്കും. എന്ത് ലൈബ്രറിയിൽ കണ്ട പയ്യനോ? അതെ, നീ അന്ന് ലൈബ്രറിയിൽ ഗ്രൂപ്പ് സ്റ്റഡി വെച്ചപ്പോ എസ്കേപ്പ് ആയി പോയില്ലേ, അന്ന് ഈ പയ്യന്റെ ഷർട്ടിന്റെ ബട്ടണില് നമ്മുടെ ഫുട്ടാപ്പയുടെ മുടി കുടുങ്ങിയിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ഈ പയ്യനെ കണ്ടതെന്ന് അങ്ങനെ ഇവള് പറഞ്ഞതും ഇവൻ ഒരുമാതിരി ആകുന്നുണ്ട്. ഹീറോ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ യൂരിയും നോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞതും ശരി, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോ ശോകത്തിൽ അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുമ്പോ നിനക്ക് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് യുരിയും അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. ഇവിടെ ഹീറോയിൻ ആ പുതിയ പയ്യന്റെ കൂടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അവര് തിരികെ നടന്നു വരുമായിരിക്കും. അപ്പൊ ആ പയ്യനും എന്റെ പേര് കിക്കോ, ഞാൻ ക്ലാസ് 2-ലാണുള്ളതെന്ന് പറയും. നമ്മുടെ ഹീറോയിനും എന്റെ പേര് ഫുട്ടാബ, ഞാൻ ക്ലാസ് 3-ലാണുള്ളതെന്ന് ഇവര് തമ്മിൽ പരിചയപ്പെടുന്നുണ്ട്. ഉടനെ കിക്കോ ചോദിക്കുവാണ്, നിന്റെ ബോയ് ഫ്രണ്ട് ആണോ അവനെന്ന്. അയ്യോ ഇല്ലില്ല, അവൻ എന്റെ ഫ്രണ്ട് ആണെന്ന് ഹീറോയിൻ പറയും. നോക്കിയാല് ഹീറോയും യുരിയും ഒന്നിച്ച് ആ വഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവരിങ്ങനെ ഒന്നിച്ചു പോകുന്നത് കണ്ടതും ഹീറോന്റെ മുഖം ആകെ മാറുവാണ്. ഇത് നമ്മുടെ കിക്കോയും നോട്ട് ചെയ്യുന്നുണ്ട്. കിക്കോ അവന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇവിടേക്ക് വന്നത്. അവന്മാരുടെ അടുത്തേക്ക് വന്നതും അവന്മാരെന്തോ തലയിൽ വെച്ച് ക്യൂട്ട് അല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുവായിരിക്കും. ഇത് കണ്ട കിക്കോ അവൻ അറിയാതെ ക്യൂട്ട് എന്ന് പറയുന്നുണ്ട്. ഇവന്മാര് രണ്ടും ഇത് കേട്ട് അവന് ഷോക്കായ ഒരു നോട്ടം. കിക്കോ ഇനി ഹീറോയിനെ ഉദ്ദേശിച്ചാണോ ഇത് പറഞ്ഞതെന്ന് അറിയത്തില്ല. അങ്ങനെ നൈറ്റ് ആയി. ഫുഡ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു പോയ യുരിയും ഹീറോയും ഇനിയും വന്നില്ലെന്ന് പറഞ്ഞ് ഇവര് കാത്തിരിക്കുമായിരിക്കും. ഇവിടെ യുരിയും ഹീറോയും ഫുഡ്
വാങ്ങിയിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുമായിരിക്കും. അവന്റെ പിന്നാലെ മെല്ലെ മെല്ലെ യുരിയും നടന്നു വരുന്നുണ്ട്. പെട്ടെന്ന് മബൂജി എന്ന് അവള് വിളിക്കുകയാണ്. ഹീറോ തിരിഞ്ഞു നോക്കുമ്പോ അവളുടെ കാലിൽ ആ സ്ലിപ്പർ ഇട്ട് നടന്നതിന്റെ മുറിവ് വന്നിട്ടുണ്ട്. അവൾക്ക് നടക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് അവൾ ഒരിടത്ത് മാറിയിരുന്ന് കാലില് മരുന്നിട്ടുകൊണ്ടിരിക്കുമായിരിക്കും. ഹീറോ കോള് ചെയ്ത് ഇതേപോലെ യുരിയുടെ കാലിൽ മുറിവുണ്ട്, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് വിളിച്ചറിയിക്കും. അവള് മരുന്നിടാനായിട്ട് കഷ്ടപ്പെടുന്നത് കണ്ട് അവൻ വന്ന് വാ ഞാൻ പുരട്ടിത്തരാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കാലെടുത്ത് അവന്റെ മേലേക്ക് വെച്ചിട്ട് പതിയെ മരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. യുരി നിനക്കിപ്പോ നടക്കാൻ പറ്റുമോ, നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ഹീറോ ചോദിക്കും. പക്ഷെ യുരി അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ കുറച്ചു നേരം ആലോചിച്ച് നിന്നവള് പെട്ടെന്ന് ഐ ലൈക്ക് യു മബൂജി എന്ന് പറഞ്ഞ് അവൾ പ്രൊപ്പോസ് ചെയ്യുവാണ്. നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ അവൻ അതിന് താങ്ക് യു, പക്ഷേ ഞാൻ നിന്നെ ആ ഒരു ഫീലിങ്സോടെ കണ്ടിട്ടില്ലെന്ന് പറയും. ഇത് കേട്ട് യുരിക്ക് ഭയങ്കര കഷ്ടമാകുന്നുണ്ടെങ്കിലും നിനക്ക് ഒരുപാട് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മുടെ ഹീറോ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിലേ തീർച്ചയായും ആ പെൺകുട്ടിയെ ഓർത്ത് എനിക്ക് ഒരുപാട് അസൂയ തോന്നും. ഇങ്ങനെ തോന്നുന്നത് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇറ്റ്സ് ഓക്കെ, എന്ത് ചെയ്യാനാ, വാ പോകാമെന്ന് പറഞ്ഞ് കരച്ചിൽ ഒരുപാട് അവള് കൺട്രോൾ ചെയ്തിട്ട് നടക്കാനായിട്ട് തുടങ്ങുവാണ്. ഇപ്പോഴാണ് അന്ന് യുരിക്ക് ഹീറോയുടെ പഴയ ഒരു നോട്ട്ബുക്ക് കണ്ട് ഒരുമാതിരി അവള് റിയാക്ട് ചെയ്തിരുന്നില്ലേ, അതാണ് കാണിക്കുന്നത്. അതില് ഹീറോയിന്റെ പേര് അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അവന് ഹീറോയിനെ ഇഷ്ടമായത് കൊണ്ടല്ലേ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നേ. സോ അത് അവൾ അപ്പോഴേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ആലോചിച്ച് കരഞ്ഞുകൊണ്ട് നടന്നു വരുമ്പോ അപ്പോഴാണ് യുരി യുരി എന്ന് കാറിക്കൊണ്ട് ഒരു സൗണ്ട് കേൾക്കുന്നത്. നോക്കിയാല് കൂട്ടത്തിൽ നിന്ന് തള്ളി മാറ്റി നിനക്ക് എന്ത് പറ്റി എന്ന് അലറയടിച്ച് നമ്മുടെ ഹീറോയിനോടി വന്ന് ചോദിക്കുന്നു. നീ എനിക്ക് വേണ്ടിയാണോ ഇത്ര ടെൻഷനായി ഇറങ്ങി ഓടി വന്നതെന്ന് യുരി ആശ്ചര്യത്തോട് ചോദിക്കും. അത് നിനക്ക് കാല് മുറിഞ്ഞു എന്ന് മബൂജി പറഞ്ഞു. നീ ഓക്കെ ആണോ, നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ അവള് ചോദിക്കുന്നുണ്ട്. മുന്നേ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിന് ഇവളോട് എത്ര സ്നേഹവും വാത്സല്യം ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ ലവ് ചെയ്യുന്നതിൽ ഇവൾക്ക് കുഴപ്പമില്ലെന്ന പോലെ സിംബോളിക് ആയിട്ട് പറയാണ്. എന്താ നീ പറയുന്നതെന്ന് ഹീറോയിനും ചോദിക്കുന്നുണ്ട്. അതൊക്കെ വിട്, വാ ഇപ്പൊ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഹീറോയിനുമായിട്ട് യുരി അവിടെ നിന്ന് നടന്നു പോകുവാണ്. അങ്ങനെ ഫെസ്റ്റിവൽ ഒക്കെ കഴിഞ്ഞ് ഹീറോയിൻ ഒന്നിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. യുരിക്ക് എന്താ പറ്റിയത്, അവള് കരയുന്നുണ്ടായിരുന്നല്ലോ എന്ന് ഹീറോയിൻ ചോദിച്ചതും എനിക്കതിനെ പറ്റി അറിയില്ലെന്ന് ഹീറോ ഒന്നും അറിയാത്ത പോലെ നടന്നു പോകുവാണ്. ഇനി യുരി ഇവനെ പ്രൊപ്പോസ് എന്തെങ്കിലും ചെയ്ത് കാണുമോ, യുരിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവന്റെ മറുപടി എനിക്കും അറിയായിരുന്നു എന്ന് അവള് ചിന്തിച്ചിട്ടേ ഐ ലൈക്ക് യു എന്ന് അവള് സൈലന്റ് ആയിട്ട് പറയാണ്. ഇത് ഉറക്കെ പറഞ്ഞാലേ എങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിച്ചവള് കറക്റ്റ് ടൈമില് ഒരു ട്രെയിൻ അവിടെ നിന്ന് ക്രോസ് ആയി പോകുന്നുണ്ട്. ആ ടൈമില് ഐ ലൈക്ക് യു എന്ന് അവള് ഉറക്കെ പറയാണ്. പിന്നാലെ വേറൊരു ട്രെയിനും കൂടി വരുന്നുണ്ട്. അത് കടന്നു പോകുന്ന ടൈമില് ഐ ലൈക്ക് യു എന്ന് അവള് ഒന്നുകൂടി ഉറക്കെ പറയും. എന്താ നീ പറഞ്ഞതെന്ന് ഹീറോ ചെവിയും കൊണ്ട് ക്ലോസ് ആയിട്ട് വന്ന് നിന്ന് ചോദിച്ചതും ഇവള് പെട്ടെന്ന് പേടിച്ച് വീടാനായിട്ട് പോയി. ഇവൻ പെട്ടെന്ന് ക്യാച്ചും ചെയ്യുന്നുണ്ട്. ട്രെയിൻ പോകുന്ന വരെ രണ്ടുപേരും കണ്ണും നോക്കി അങ്ങനെ കുറച്ചു നേരം നിൽക്കുവാണ്. ട്രെയിൻ പോയി കഴിഞ്ഞതും പെട്ടെന്ന് ഹീറോ അവളുടെ മേലെ നിന്ന് കൈയെടുക്കുന്നുണ്ട്. ഞാൻ ഒന്നും തന്നെ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് എസ്കേപ്പ് ആയി അവള് അവന്റെ കൂടെ തന്നെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നു വരുമ്പോ ഒരു ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നെന്ന പോലെ ഒരു പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അന്ന് ഇതേ ഫെസ്റ്റിവലിന് വേണ്ടിയല്ലേ നിനക്ക് വേണ്ടി ഞാൻ ആ പാർക്കിൽ വെയിറ്റ് ചെയ്തതെന്ന് പഴയ ഓർമ്മകളൊക്കെ ഹീറോയിൻ ഇപ്പോ ഓർത്ത് പറയാനായിട്ട് തുടങ്ങുവാണ്. അതെ, 7 മണിക്ക് ആ പാർക്കിൽ വരാമെന്ന് ഹീറോ പറഞ്ഞതും ഇതേ ഡയലോഗ് തന്നെയാണ് അന്ന് നീ പറഞ്ഞതെന്ന് അവള് പറയും. ഇല്ല, 7 മണിക്ക് ആ സെയിം പാർക്കില് ഞാനിപ്പോ നിന്നെ വിളിക്കുന്നു, നീ വരാമോന്ന് ഹീറോ ചോദിച്ചതും ഹീറോയിൻ ഇത് കേട്ടതും ഷോക്കായി. നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടാണോ, നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഹീറോ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ഹേ പോകല്ലേ എന്ന് പറഞ്ഞ് ഹീറോയിൻ പെട്ടെന്ന് അവന്റെ കയ്യിലേക്ക് പിടിച്ച് എനിക്ക് ഓക്കെയാണ്, ഞാൻ വരാമെന്ന് പറയും. ഇത് കേട്ട സന്തോഷത്തോടെ ചിരിച്ച അവനും അവളുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തിട്ട് നടന്നു പോകുവാണ്. ഹീറോയുടെ പിന്നാലെ ഓടി അവനെ ഇടിക്കാനായിട്ട് കൈ കൊണ്ടുവന്നതും അവളുടെ കൈ കറക്റ്റ് ആയിട്ട് അവന്റെ ചെസ്റ്റിലാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഹീറോ ഒരുമാതിരി അവളെ നോക്കി അവളുടെ കയ്യിലേക്ക് പിടിച്ചതും ഇവൻ കൊടുത്ത പോലെ ഒരു കൊട്ട് അവന്റെ തലക്ക് കൊടുത്തിട്ട് അവൾ ഓടിക്കളയും. നമ്മുടെ ഹീറോയിന് ഈ മൊമെന്റ്സ് ഒക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ട്. വീട്ടിലേക്ക് വന്നതും വളരെ സന്തോഷത്തില് അവള് ഫെസ്റ്റിവലിന് പോകാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. പക്ഷേ അടുത്ത നിമിഷമാണ് ഹീറോ കോള് ചെയ്ത് എനിക്ക് ആ ഫെസ്റ്റിവലിന് വരാൻ കഴിയില്ല, ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നേ. ഇത് കേട്ട ഹീറോയിനോ പാവം അവളുടെ ഫേസ് ആകെ മാറുന്നുണ്ട്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. ഇനി 2 പാർട്ട് കൂടി മാത്രമേ ഈ ഡ്രാമയിൽ ബാക്കിയുള്ളൂ. സോ മിസ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. നമ്മുടെ മറ്റ് ചാനൽസും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. സോ ഈ ഡ്രാമയുടെ സെക്കൻഡ് ലാസ്റ്റ് പാർട്ടുമായിട്ട് നമ്മൾ നാളെ തന്നെ വരുന്നതായിരിക്കും. സോ അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.